എല്ലാ ഭക്തജനങ്ങളും വോളണ്ടിയർമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പെരുങ്കളിയാട്ട മഹോത്സവമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇന്നാണ് ഇവിടെ കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഉത്തര കേരളത്തിലെ തന്നെ അവസാന കളിയാട്ട മഹോത്സവമാണ് കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലേത്. ഈ കളിയാട്ട മഹോത്സവത്തോടുകൂടി എല്ലാ ഉത്സവങ്ങൾക്കും സമാപനമായി. ഇനി അടുത്തത് തുലാം 10-നാണ് അടുത്ത ഉത്സവത്തിനായി കാവുകളൊക്കെ ഉണരുകയുള്ളൂ. അതുവരേക്കും ഉത്സവങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കളരിവാതുക്കൽ നല്ല തിരക്കായിരുന്നു. ഇപ്രാവശ്യം ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ലീവിന് വന്നപ്പോൾ ഉത്സവങ്ങളൊന്നും കിട്ടിയില്ല. വീട്ടിൻ്റെ അടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നു, അത് മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഉത്സവത്തിന് പോയി ജസ്റ്റ് കണ്ടു എന്നേ ഉള്ളൂ, ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെയാണ് ഈ ഉത്സവത്തിന് വന്നത്. നല്ല തിരക്കായിരുന്നു. ക്ഷേത്രത്തിന് ഉൾവശത്ത് അതിഭയങ്കരമായ ജനങ്ങളായിരുന്നു. ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഭഗവതിയുടെ തിരുമുടി വരുന്നതൊക്കെ പുറത്തുനിന്നാണ് കണ്ടത്. ജനങ്ങളൊക്കെ പുറത്ത് നിന്നിട്ടാണ് ഇതൊക്കെ കണ്ടത്. ഉള്ളിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ആദ്യം ഉള്ളിൽ കയറിയിരുന്നു, പിന്നീട് കയറാൻ പറ്റിയില്ല. പുറത്തിറങ്ങി വെള്ളം വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ പിന്നീട് ഉള്ളിലോട്ട് പോകാനും പറ്റിയില്ല. നല്ല നെല്ലിക്കയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രഷ് നല്ല നെല്ലിക്കയാണ്. ഇതാ ഞാൻ പറഞ്ഞ പഴയ മത്തങ്ങ ബലൂണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? ഉത്സവത്തിനൊക്കെ പോയാൽ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇത് കണ്ണൂർ ഏകദേശം ടൗണിന് അടുത്ത് തന്നെയാണ്. പുതിയ തെരു എന്നൊരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവതിയുടെ തിരുമുടി ഏകദേശം 21 കോൽ നീളത്തോടു കൂടിയ ഒരു തിരുമുടിയാണ്. അത് കവുങ്ങിലും മുളയിലുമായിട്ടാണ് നിർമ്മിക്കുന്നത്. 4 ദിവസം കൊണ്ട് അവിടെയുള്ള ഒരു ആശാരിമാരാണ് ഇത് നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ ആ മുടിക്ക് തുണി കൊണ്ട് ചുവപ്പും വെള്ളയുള്ള തുണി വെച്ചിട്ടാണ് അത് മുടി ഉണ്ടാക്കുന്നത്. ഭഗവതിയുടെ വലിയ മുടിയാണ്. ഈ കാണുന്നതാണ് പെരുവണ്ണാമാർ. പെരുവണ്ണാമാരാണ് ഈ തെയ്യക്കോലങ്ങൾ കെട്ടുന്നത്. ഭഗവതിയുടെയും കൂടാതെ 6 തിറകളും ഉണ്ടാവും. ചെറിയ ചെറിയ തെയ്യങ്ങളും ഉണ്ടാവും ഭഗവതിയുടെ. കളരിവാതുക്കൽ ക്ഷേത്രത്തിലേത് മെയിനായിട്ടുള്ള ദേവിയാണ്. കൂടാതെ ക്ഷേത്രപാലകർ, പാടിക്കുറ്റി, സോമേശ്വരി, ചുഴലി, കാളരാത്രി, തിരുവർക്കെട്ട് എന്നീ ഭഗവതികളും കൂടെ ഉണ്ടാവും. ഒരു പരുന്ത് പറക്കും. ആ സമയത്താണ് തിരുമുടി ഉയരുന്നത്. പിന്നീട് ആ പരുന്ത് തിരിച്ച് പറക്കുമ്പം തന്നെ മുടി അഴിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. അത് കണ്ടിരുന്നു പരുന്ത് പറക്കുന്നത്. ഇതാണ് വലിയ തിരുമുടി. അത് ഉണ്ടാക്കുന്ന തിരക്കിൽ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ഏകദേശം ഉച്ചയോടുകൂടി അവിടെ പോയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റിയത്. ഉള്ളിൽ കയറി പിന്നെ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ കയറാനും പറ്റിയില്ല. വലിയ മുടിയാണ്. ഒരുപാട് പേരുടെ സഹായത്തോടെയാണ് ഇത് കുത്തി നിവർത്തി ഭഗവതിയുടെ മുടി പെരുവണ്ണാൻ്റെ തലയിൽ വെക്കുന്നത്. അപ്പോൾ കുത്തി എന്താ പറയുക, അത് ഭയങ്കര സപ്പോർട്ടൊക്കെ ഉണ്ടാവും മുടിക്ക്. ഈ കാണുന്നതാണ് ചെറിയ ചെറിയ മുടികൾ. 6 ചെറിയ തോറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, അതാണ് അതിൻ്റെ മുടികളാണ് ആ കാണുന്നത്.
ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴയ്ക്ക് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഭദ്രകാളി ക്ഷേത്രമാണ്. ഉഗ്രരൂപിയായ ഭദ്രകാളിയാണ് ശ്രീകോവിലിലെ പ്രതിഷ്ഠ. കൂടാതെ തന്നെ പ്രാചീന ആയോധന കലയായ കളരിപ്പയറ്റുണ്ടല്ലോ, അതിൻ്റെ മാതാവായും കളരിവാതിൽക്കൽ ഭഗവതിയെ കണക്കാക്കുന്നുണ്ട്. കളരിവാതിൽക്കൽ എന്ന വാക്കിൽ നിന്നാണ് കളരി വാതുക്കൽ ഉണ്ടായത്. അതുകൊണ്ട് ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ കളരിപ്പയറ്റ് ഒക്കെ അവിടെ ഉണ്ടാവും. അവിടെ തന്നെയുള്ള കളരിപ്പയറ്റ് സംഘങ്ങളുണ്ട് ആ ക്ഷേത്രത്തിന് സമീപത്തുള്ള, അവരാണ് അവതരിപ്പിക്കുക കളരിപ്പയറ്റൊക്കെ. ഇപ്പോൾ ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. ഉച്ച സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വന്ന് സൈഡിലൊക്കെ ഇരിപ്പിടത്തിലെല്ലാം ഇരുന്നിട്ടുണ്ടാവും കാണാൻ പറ്റുന്ന വിധത്തിൽ. പിന്നെ ആർക്കും കയറാനും പറ്റത്തില്ല, അത്രയും തിരക്കായിരുന്നു. ക്ഷേത്രത്തിലേക്ക് കളരി അഭ്യാസികളൊക്കെ വന്നു തുടങ്ങി. ഭാരത് കളരി, അവരാണ് ഇവിടെ കളരി അഭ്യാസങ്ങളൊക്കെ നടത്തിയത്. ശ്രീ ഭാരത് കളരി, അവരുടെ കുറേ അഭ്യാസങ്ങളൊക്കെ, കളരി മുറകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ടാണ് ഭഗവതിയുടെ തിരുമുടി വരുന്നത്. അവസാനം ഞാൻ എങ്ങനെയൊക്കെ കൂടി ഉള്ളിൽ കയറി കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. അത്രയും ജനത്തിരക്കാണ്, നിങ്ങൾക്ക് കാണാം. അതിഭയങ്കരമായ ജനങ്ങൾ. ഒന്നാമത് ഈ ക്ഷേത്രത്തിൻ്റെ ഉൾവശത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മൈതാനത്തല്ല ഈ ഉത്സവം നടക്കുന്നത്, അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര കൺജസ്റ്റഡായ ഏരിയയാണ്. തിരുമുടി കണ്ടോ, അത്രയും ഉയരത്തിലാണ് തിരുമുടി. അതേപോലെ ചെറിയ ചെറിയ തിരുമുടികളുണ്ടാവും, തിറകൾ. ഇതുപോലുള്ള ഉത്സവങ്ങളൊക്കെ നമ്മൾ പ്രവാസികൾക്കൊക്കെ വലിയൊരു അനുഭവം തന്നെയാണ്. ഇത്രയും ജനത്തിരക്കൊക്കെ വർഷത്തിൽ ഒരിക്കലൊക്കെ വരുന്നവർക്കൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും ഉത്സവത്തിന് പോയി പരിചയമുള്ളവരൊക്കെ ഇങ്ങനെ തിരിച്ച് വർഷത്തിലൊരിക്കലൊക്കെ ഉത്സവത്തിന് വരുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും. പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഞാൻ ഉത്സവം കണ്ടിട്ട് ഒരുപാട് 10 വർഷത്തോളമായി സത്യം പറഞ്ഞ ഉത്സവം കണ്ടിട്ട്. അങ്ങനെയാണ് ഇപ്രാവശ്യം ഉത്സവം കാണാൻ വന്നത്. വീട്ടിൻ്റെ അടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നു, തെയ്യം. പക്ഷെ അത് മഴ കാരണം ആകെ അലങ്കോലപ്പെടുകയായിരുന്നു. കാണാൻ പോയി, പക്ഷെ നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് ശരിക്ക് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഈ ഉത്സവം കിട്ടിയത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ജനങ്ങളുടെ ഇത്രയും വലിയ ജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ്. അതിൻ്റെ നടുക്കൊക്കെ നമ്മൾ പോയി ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പറ്റുന്ന വിധത്തിൽ നമുക്ക് നമ്മുടെ സേഫ്റ്റിയും കൂടി നോക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് നിന്നത്. ആ സമയത്ത് എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല, ഭയങ്കര തിക്കും തിരക്കായിരുന്നു.
ഒരുപാട് പേരൊക്കെ ബോധം കെട്ട് വീണിട്ടൊക്കെ ആൾക്കാരെ എടുത്തു കൊണ്ടുവന്നൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് കൂടുതൽ ഇതിൽ ഇൻവോൾവ് ചെയ്യില്ലല്ലോ. അമ്പലത്തിൽ അതിൻ്റേതായ വളണ്ടിയർമാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അവരാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കളരിവാതിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയത്. ശരിക്കും ദേവിയുടെ ആ ഒരു അനുഗ്രഹം കാരണമായിരിക്കും കാണാൻ പറ്റിയത്. വളരെ ഇഷ്ടപ്പെട്ടു ഉത്സവം. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു ഉത്സവം കാണാൻ പറ്റിയത്. ശ്വാസം കിട്ടത്തില്ല, ഇതിൻ്റെ ഉള്ളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ശ്വാസം കിട്ടത്തില്ല, അത്രയും തിരക്കായിരുന്നു. ഏകദേശം വൈകുന്നേരത്തോടു കൂടി തന്നെ തിരുമുടിയൊക്കെ അഴിക്കും. പിന്നീട് ജനങ്ങളൊക്കെ പോകും. അതുവരെയൊന്നും നിന്നില്ല, ഞാൻ പിന്നീട് പോവുകയാണ് ഉണ്ടായത്. ഈ ചെറിയ ഉത്സവ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.